നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇതൊരു വെറും തിരഞ്ഞെടുപ്പല്ല, ഒരു തൊടുകുറി. അത് ദൈവികമായ സന്ദേശമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സമയം ഈ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ദോഷകരമായി തീരും എന്നുള്ളതാണ് സാഹചര്യം. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ദോഷം വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഉയരരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നിലയുറപ്പിച്ചതായ സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വ്യക്തികൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല വ്യക്തികളാകാം. അവർ പല രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായി അഭിനയിക്കുകയും നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ഇവർ പല സമയങ്ങളിലും നിങ്ങളെ താഴ്ത്തി കെട്ടുവാൻ പോലും ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്കൊരു അവസരം നൽകുകയാണ്. അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇവിടെ തന്നിരിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ രണ്ട് ചിത്രങ്ങളാണ്. അതിലൊന്ന് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ മഹാലക്ഷ്മി ചിത്രമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. കണ്ണുകൾ അടച്ച് മനസ്സിലുള്ള ആ ആകുലതകളെ അത് നിയന്ത്രിച്ച് നിങ്ങൾ ശാന്തതയോടെ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. ശേഷം ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയണം. അതിനുള്ള അവസരം എനിക്ക് നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കണം. ആ വ്യക്തികളെ ജീവിതത്തിൽ നിന്നും, ഇത്തരം മാനസികാവസ്ഥയിലുള്ള ആ വ്യക്തികളെ തീർച്ചയായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തരണം എന്ന പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രത്തിലേക്ക് നോക്കണം. ഈ സമയം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ചിത്രം ഏതോ ആ ചിത്രം തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം കണ്ണുകളടച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും എല്ലാവിധ നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും രക്ഷ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തേതായ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആദ്യത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതൊരു യാദൃശ്ചികമായ തിരഞ്ഞെടുപ്പല്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ മനസ്സ് അഥവാ ദൈവാംശമായ ആത്മാവ് തന്നെയാണ് ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് കാരണം. നിങ്ങൾ തിരഞ്ഞെടുത്തത് സാക്ഷാൽ ഭദ്രകാളി ദേവിയെയാണ്. നിങ്ങളെ പ്രേരിപ്പിച്ചത് ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ അമ്മ തന്നെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ചില സത്യങ്ങൾ അത് എത്ര തന്നെ മൂടി വച്ചാലും നമ്മുടെ ജീവിതത്തിൽ അത് അറിയേണ്ടതായ സമയത്ത് അറിയുക തന്നെ ചെയ്യും. അത്തരമൊരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾ സാധാരണ നല്ല മനസ്സുള്ള വ്യക്തികളാണ്. ഏവരോടും നല്ല മനസ്സോടെ പെരുമാറുവാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരുമാണ്. മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ വേദന അത് എന്താണ് എന്ന് മനസ്സിലാക്കി
പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ മികവുണ്ട്. അത് ഈശ്വരാധീനത്താൽ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതും ഈശ്വരാധീനത്താൽ നിലനിൽക്കുന്നതുമായ കാര്യമാണ്. ഒരു വ്യക്തി സഹായം അഭ്യർത്ഥിച്ചാൽ മറ്റുള്ളവരുടെ വേദന അത് എന്താണ് എങ്കിലും അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. മറ്റുള്ളവരോട് പലപ്പോഴും നോ എന്ന് പറയുവാൻ സാധിക്കാത്ത വ്യക്തികളാണ്. അതുമൂലം പല പ്രശ്നങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ എന്ന് പരാമർശിക്കാം. സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്ന, ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. സന്തോഷം കെടുത്തേണ്ട എന്ന രീതിയിൽ പല കാര്യങ്ങളും ഗൗനിക്കാതെ വിട്ടുകളയുന്ന വ്യക്തികൾ കൂടിയാണ്. പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കണം, അവരുടെ കണ്ണുനീർ കാണണം എന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. ഈ സമയം നിങ്ങളോട് പറയുവാനുള്ള പ്രധാന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളെ വിശ്വസിച്ചത് മൂലം വിഷമതകൾ അനുഭവിക്കുന്നവരാണ്, ഇപ്പോഴും അനുഭവിച്ചു പോരുന്നവരാണ് എന്ന് തന്നെ നിങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും നിങ്ങൾ വിശ്വസിക്കുന്നതായ ചില വ്യക്തികൾ പറഞ്ഞത് മൂലം പ്രവർത്തിച്ച് അത് അബദ്ധമായി മാറുകയും കുറ്റം മുഴുവൻ, പഴി മുഴുവൻ നിങ്ങൾക്ക് തന്നെ കേൾക്കേണ്ടതായ സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നവർ തന്നെയാണ്. അതൊരു സുഹൃത്താകാം, ഒരു ബന്ധുവാകാം, നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുമാകാം, അല്ലെങ്കിൽ അത്രമേൽ അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയുമാകാം. ഇത്തരത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നത് എന്നതും വാസ്തവമാണ്. ഈ വ്യക്തിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇവർ നിങ്ങളോട് അത്രമേൽ സ്നേഹം കാണിക്കുന്നവരാകാം, അല്ലെങ്കിൽ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന വ്യക്തികളാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ച വ്യക്തികളുമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമായ ഒരു വ്യക്തിയുമാകാവുന്നതാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് പല രീതിയിലും പിന്തുണ നിങ്ങൾക്ക് നൽകുന്നവരാണ്. പല കാര്യങ്ങളിലും ഇവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാകാം നിങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു മറ്റൊരു മുഖം, അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു മുഖം ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കുറവുകൾ അത് ഇരട്ടിയായി പറയുന്നതായ സാഹചര്യം, നിങ്ങൾ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തതായ പല കാര്യങ്ങളെക്കുറിച്ചും തെറ്റായ രീതിയിൽ മറ്റുള്ളവരോട് പറയുകയും അവർ പോലും വിശ്വസിക്കുന്ന രീതിയിൽ അപ്രകാരം മാറ്റിയെടുക്കുവാനുള്ള ഒരു കഴിവ് ഉള്ള വ്യക്തികൾ കൂടിയാകാം ഈ വ്യക്തി. വളരെയധികം അസൂയ പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളോട് തോന്നിയിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് ഇവർ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം ഭാഗ്യം, ഉയർച്ച, വളർച്ച അഥവാ ഒരു മുന്നേറ്റം സന്തോഷകരമായ ഒരു നിമിഷമാണ് എങ്കിൽ പോലും അതവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അത് ഇരട്ടിയായി നിങ്ങൾക്കെതിരെ തിരിച്ചുവിടുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ കൂടിയാണ് ഇവർ. ഈ വ്യക്തിക്ക് ഇതെല്ലാം സഹിക്കുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ സംഭവിക്കാൻ പോകുന്നതോ ആയ പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വ്യക്തി പ്രധാനമായും നിങ്ങളെ പുറകിലേക്ക് പോകണം, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും പല രീതിയിലും തെറ്റിദ്ധാരണകൾ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്ന വ്യക്തികൾ കൂടിയാണ് എന്ന് പറയാം. സാമ്പത്തികമായ സമ്മർദ്ദം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പുറകിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികൾ കൂടിയാണ് ഇവർ.
നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ ഇത്തരം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ നിമിഷം പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുന്ന സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിരാശയാണ് ഫലം. പല വ്യക്തികളിൽ നിന്നും വേദനകൾ അനുഭവിച്ചു തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതും വാസ്തവമാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഇത് ഇപ്രകാരമല്ല മുന്നോട്ട് പോകേണ്ടത് എന്ന ബോധ്യമുണ്ട്. എന്നാൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അത് തിരുത്തുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും യാദൃശ്ചികതയല്ല എന്നതാണ് വാസ്തവം. ഇത് തീർച്ചയായും നിങ്ങൾ അറിയേണ്ടത്, ഈ സമയം തന്നെ അതിനെക്കുറിച്ച് അറിയേണ്ടത് അത്രമേൽ അനിവാര്യമായ ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെ കൈവിടില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സംരക്ഷണം അത് തീർച്ചയായും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. ഈ സമയം നിങ്ങളെ ആര് തന്നെ ദോഷപ്പെടുത്തുവാൻ ശ്രമിച്ചാലും വിജയിക്കില്ല എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ തടയുവാൻ ശ്രമിക്കുന്നവരാണ്. അത്തരത്തിൽ തടയുവാൻ ശ്രമിക്കുന്നത് ആര് തന്നെയാണ് എങ്കിലും അവർ പരാജയം നേരിടും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ കഷ്ടതകൾ എന്തോ അത് മറികടന്ന് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ സാധിക്കാത്ത ചില മാറ്റങ്ങൾ അനുഭവവേദ്യമാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങൾ അത് കടന്നു വരുന്ന സമയമാണ്. ഈ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ യഥാർത്ഥമായ മുഖം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. പുതിയ വഴികൾ അതുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പുതിയ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സമയം തെറ്റായ വ്യക്തികൾ അത് ആര് തന്നെയാണ് എങ്കിലും അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ തെറ്റായ വശം നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. നിങ്ങളുടെ ഹൃദയശുദ്ധി, ഈശ്വരാധീനം, നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളിലേക്ക് ഈശ്വരൻ പകർന്നു തന്നിരിക്കുന്നതായ ശക്തി, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ശക്തി തന്നെയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ക്ഷമ പോലും ഇവിടെ നിങ്ങൾക്ക് വർദ്ധിക്കും. തീർച്ചയായും ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് അമ്മയുടെ അനുഗ്രഹം കൂടിയാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടണം. ഓം ക്രീം കാളി എന്ന് കമന്റായി രേഖപ്പെടുത്തി ഒരു നിമിഷം അമ്മയെ ഏവരും വന്ദിക്കൂ. രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ സമ്പത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈ ഒരു ചിത്രം നിങ്ങളോട് തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാംശമായ ആത്മാവ് തന്നെയാണ്. കാരണം നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു മാറ്റത്തിന്റെ തുടക്കത്തിലോ ആരംഭത്തിലോ നിങ്ങൾക്ക് ഈ സന്ദേശം വന്നു ചേരും എന്നുള്ളതാണ്. എന്നാൽ അതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സത്യം ഈ സമയം ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. അത് കേൾക്കേണ്ടതായ ഒരു സന്ദേശം തന്നെയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് നൽകുന്നത് എന്ന കാര്യം ഓർക്കുക. ശക്തമായ വ്യക്തിത്വമുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
നിങ്ങൾ ധൈര്യമുള്ളവരാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. മുന്നോട്ട് പോകുന്നതായ എല്ലാ കാര്യങ്ങളിലും അത് പ്രകടമാകുന്നു എങ്കിലും പലപ്പോഴും ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല എന്നതും വാസ്തവമാണ്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പലവിധ ധാരണകളുമുണ്ട്. എന്നാൽ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെയധികം സ്നേഹമുള്ള, മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുവാൻ കഴിവുള്ള ഒരു മനസ്സ് തന്നെയാണ്. അത് പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളും പുറമെ പറയണം എന്നുണ്ട്. എന്നാൽ ആ വേദനയെല്ലാം കടിച്ചമർത്തി അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നവർ കൂടിയാണ് എന്ന് പറയാം. നിങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, അത് കുടുംബത്തിന്റെ സന്തോഷത്തിനാണ് എങ്കിൽ പോലും സാക്രിഫൈസ് ചെയ്തിട്ടുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അസത്യം, ദ്രോഹം, ഇതെല്ലാം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു പോന്നിരിക്കുന്ന വേദനകൾ തന്നെയാണ്. ഈ സമയം ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു സന്ദേശം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാന കാര്യങ്ങളിൽ ഒന്ന്, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവർ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെ ഭയമാണ് എന്നുള്ളതാണ് വാസ്തവം. ഭയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല രീതിയിലും നിങ്ങൾ ഉയർന്നു പോകുമോ, അവർക്ക് മുകളിലോ അല്ലെങ്കിൽ വളരെയധികം ഉയർച്ച നിങ്ങൾ നേടുമോ എന്നൊരു ഭയം ഇവർക്കുണ്ട്. നിങ്ങളുടെ കഴിവുകൾ അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതായ ആത്മവിശ്വാസം, ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളാണ് എങ്കിലും ഇത്തരം വ്യക്തികൾ വളരെയധികം ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ വ്യക്തികളെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പോലും ചിന്തിക്കുന്നത്. കാരണം ഇവർ നിങ്ങളോട് വളരെയധികം, വളരെ എന്ന് പറയുമ്പോൾ അത് കുറഞ്ഞു പോകും, അത്രമേൽ സ്നേഹത്തോടെ പെരുമാറുന്നവരാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമായ ഒരു വ്യക്തിയുമാകാവുന്നതുമാണ്. എന്നാൽ ഈ വ്യക്തി നിങ്ങളോട് അത്രമേൽ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പല സഹായങ്ങളും പല ആവർത്തിയായി ചെയ്തു നൽകുമ്പോൾ നിങ്ങൾ ഇവരോട് വളരെയധികം സ്നേഹം പുലർത്തുന്നതായ സാഹചര്യവും ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ ഇല്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് പല തെറ്റായ കാര്യങ്ങളുമാകാം. പല രീതിയിലും തെറ്റിദ്ധാരണകൾ നിങ്ങളുമായി ബന്ധപ്പെടുത്തി പടർത്തുന്നതിൽ ഇവർ വളരെയധികം പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. എവിടെ പോയാലും തീർച്ചയായും പല കാര്യങ്ങളും സഹിക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം പോലും നിങ്ങൾക്കുണ്ട്. പലരും നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളോടും മറ്റുള്ളവർക്കിടയിലും ഒരു ഭയം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായ കോൺഫിഡൻസ്, മുന്നോട്ട് പോകാം എന്നൊരു ധൈര്യം അതുപോലും ഇല്ലാതാക്കുന്ന, അതുപോലും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ എന്തെന്നില്ലാത്ത ടെൻഷൻ, എന്നാൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിരുന്നാലും വളരെയധികം ടെൻഷനുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ മൂഡ് പോലും ചേഞ്ചായി പോകുന്ന സാഹചര്യം, ചില സമയങ്ങളിൽ സന്തോഷം, ചില സമയങ്ങളിൽ വളരെയധികം വിഷമം. എന്നാൽ ഈ വിഷമത്തെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്രയധികം സ്വീകാര്യമായ സാഹചര്യമില്ല.
ഇത്തരം സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികൾ, അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില തെറ്റായ ധാരണകളുണ്ട് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും എടുത്തുചാട്ടം പാടില്ല എന്ന് കാണുന്നു. അതിനാൽ തീർച്ചയായും ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. നിങ്ങളെ ആത്മാവ്, ദൈവാംശമായ ആത്മാവ് നിങ്ങളിലേക്ക് തീർച്ചയായും മുന്നറിയിപ്പുകൾ നൽകുന്നു എന്നുള്ളതാണ്. ഈശ്വരാധീനം അത്രമേൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ശക്തി അത് എന്താണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും എന്നുള്ളതാണ്. ആത്മശക്തിയാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. അത് നിങ്ങളിലേക്ക് കടന്നു വരികയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും സാധിക്കില്ല എന്ന് ചിലർ നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, വിജയങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തുവാനോ മാറ്റുവാനോ ചിലർ ശ്രമിക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. ഈ സമയം ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. അനുഭവിച്ചിട്ടുള്ളതായ തടസ്സങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും അത് മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം അത് തീർച്ചയായും നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മുന്നേറ്റം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. ഈ സമയം വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് മുമ്പിൽ എന്താണോ തുറക്കപ്പെടേണ്ടത് അത് തീർച്ചയായും തുറക്കപ്പെടും എന്നുള്ളതാണ്. അത് ഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ ഭാഗ്യം മാത്രമാകണമെന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്കെതിരെ ആരാണോ പ്രവർത്തിച്ചത്, നിങ്ങൾക്കെതിരെ ആരാണോ നിൽക്കുന്നത്, അവരെ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അതുമൂലം നിങ്ങളിലേക്ക് ശാന്തി, സമാധാനം, സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, എല്ലാവരെയും പലപ്പോഴും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഈ സമയം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുവാൻ പാടുള്ളതല്ല. ചില കാര്യങ്ങൾ അത് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ശരിയായ രീതിയിൽ കേൾക്കുവാനും ശരിയായ രീതിയിൽ തന്നെ കാണുവാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയം നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് നിങ്ങൾക്ക് നിസ്സംശയം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദൈവാംശമായ ആത്മാവ് തന്നെയാണ് അതിന്റെ സൂചനകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ ഒരു ഭാഗ്യം തുറക്കുവാൻ പോവുകയാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ ഈശ്വരാധീനത്താൽ കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ, ദേവിയെ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേട്ട് ആ പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക.